പശ്ചിമേഷ്യ ഇപ്പോൾ സംഘർഷഭരിതമാണ്. പലവിധം വെല്ലുവിളികളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഖമീനിക്കും ഇറാനുമെതിരെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതാ സംഘർഷഭീതി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയും മകൻ മുജ്തബയെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരിഗണനയിലെന്ന് റിപ്പോർട്ട്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാൻ ഭരണകൂടത്തിന്റെ തലപ്പത്തുള്ളവരെ ഇല്ലാതാക്കുന്നതുൾപ്പെടെയുള്ള വിനാശകരമായ സൈനിക ഓപ്ഷനുകൾ പെന്റഗൺ ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇറാൻ ഒരു തരത്തിലും അണുബോംബ് നിർമ്മിക്കില്ലെന്ന ഉറപ്പ് നൽകിയാൽ ആണവ സമ്പുഷ്ടീകരണം തുടരാൻ അനുവദിച്ചേക്കും. എന്നാൽ ഇത് രാഷ്ട്രീയമായി ട്രംപിന് അമേരിക്കയിൽ ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം. ഇറാൻ കളിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങളുടെ ക്ഷമ അധികം നീങ്ങില്ല. ഞങ്ങൾക്ക് നിരസിക്കാൻ കഴിയാത്ത ഒരു ഓഫർ അവർ മുന്നോട്ട് വയ്ക്കണമെന്ന് മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റിൽ 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതോ നിമിഷവും ആക്രമണത്തിന് ട്രംപ് ഉത്തരവിട്ടേക്കാമെന്നാണ് സൂചന. ജനീവയിൽ നടക്കുന്ന ചർച്ചകളിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ചില അടിസ്ഥാന തത്വങ്ങളിൽ ധാരണയായതായി അറിയിച്ചു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇറാൻ തങ്ങളുടെ പുതിയ നിർദ്ദേശങ്ങൾ രേഖാമൂലം സമർപ്പിക്കും. തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും അത് ലോകത്തിന് ബോധ്യപ്പെടുത്താനുള്ള സാങ്കേതിക നടപടികൾക്ക് തയ്യാറാണെന്നും ഇറാൻ വ്യക്തമാക്കി. എങ്കിലും യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തിവെക്കാൻ ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ വഴിമുട്ടിയാൽ അമേരിക്കയുമായി ചേർന്ന് സംയുക്ത സൈനിക നീക്കം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രയേൽ. മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളും യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അതേസമയം ഇറാൻ അമേരിക്ക പ്രശ്നം തുടരുന്ന സാഹചര്യത്തിൽ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി കൂടുതൽ രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട സൈനിക നീക്കത്തിന് സാധ്യതയുള്ളതിനാൽ സെർബിയയും സ്വീഡനും ഇറാനിലുള്ള തങ്ങളുടെ പൗരന്മാരോട് രാജ്യം വിടാൻ നിർദ്ദേശിക്കുകയായിരുന്നു. സുരക്ഷാ സാഹചര്യം വഷളാകുന്ന സാഹചര്യത്തിലാണ് പൗരന്മാർക്കുള്ള നിർദ്ദേശം. ഇറാനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാനും നിലവിൽ അവിടെയുള്ളവർ എത്രയും വേഗം രാജ്യം വിടാനും സെർബിയൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ജനുവരി പകുതിയോടെ തന്നെ സമാനമായൊരു നിർദ്ദേശം സെർബിയ നൽകിയിരുന്നു. സ്വീഡിഷ് വിദേശകാര്യമന്ത്രി മരിയ മാൽമർ സ്റ്റെനർഗാർഡ് എക്സിലൂടെയാണ് പൗരന്മാരോട് ഇറാൻ വിടാൻ ശക്തമായ അഭ്യർത്ഥന നടത്തിയത്. വാണിജ്യ വിമാന സർവീസുകൾ ലഭ്യമായിരിക്കെ തന്നെ മടങ്ങുന്നതാണ് ഉചിതമെന്ന് അവർ സൂചിപ്പിച്ചു. ഇറാന്റെ ആണവ പദ്ധതിയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സൈനികാക്രമണം നടത്തുന്നത് പരിഗണനയിലാണെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മിഡിൽ ഈസ്റ്റിൽ ഇതിനകം തന്നെ US നാവികസേന വലിയ സന്നാഹങ്ങളുമായി നിലയുറപ്പിച്ചിട്ടുള്ളതിനാൽ ഏതു നിമിഷവും ആക്രമണം ഉണ്ടായേക്കാമെന്നും ഭയപ്പെടുന്നു. യുദ്ധഭീതി നിലനിൽക്കുമ്പോഴും അമേരിക്കയുമായി ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിനായുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ തയ്യാറാക്കി വരികയാണ്. ആണവ കരാറിനെ പ്രേരിപ്പിക്കാൻ ഇറാന് മേൽ പരിമിത തോതിലുള്ള ആക്രമണം അനിവാര്യമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കരാറിലെത്തുക മാത്രമാണ് യുദ്ധം ഒഴിവാക്കാൻ ഇറാന് മുന്നിലുള്ള വഴിയെന്നും ട്രംപ് ഓർമ്മിപ്പിച്ചു. 10 മുതൽ 15 ദിവസം വരെ ഇറാന് അനുവദിച്ചതായി ട്രംപ് പ്രതികരിച്ചിരുന്നു. ഇറാന് നേരെ യുദ്ധം ആസന്നമാണെന്ന് പെന്റഗൺ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച US മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. വൻതോതിലുള്ള യുദ്ധസന്നാഹങ്ങളാണ് ഇറാന് ചുറ്റുമായി അമേരിക്ക ഒരുക്കിയിരിക്കുന്നത്. സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നാണ് ഇറാന്റെ പ്രതികരണം. അമേരിക്കയുടെ സൈനിക മുന്നൊരുക്കങ്ങളും പ്രകോപന നടപടികളും പശ്ചിമേഷ്യയിൽ അപകടകരമായ സാഹചര്യം ഒരുക്കിയിരിക്കെ ശക്തമായി രംഗത്ത് വരണമെന്ന UN സെക്രട്ടറി ജനറലിന് കൈമാറിയ കത്തിൽ ഇറാൻ ആവശ്യപ്പെട്ടു. റഷ്യൻ വിദേശകാര്യമന്ത്രിയും ഇറാൻ വിദേശകാര്യമന്ത്രിയും ആശയവിനിമയം നടത്തി. അതിനിടെ ആക്രമണത്തിനായി ബ്രിട്ടന്റെ റാഫ് ബേസുകൾ വിട്ടു നൽകില്ലെന്ന് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ അറിയിച്ചു. UKയുടെ ഡിയാഗോ ഗാർഷ്യ മിലിറ്ററി കേന്ദ്രം ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാനാണ് US പദ്ധതിയിട്ടത്. ചഗോസ് ദ്വീപിലാണ് ബ്രിട്ടന്റെ എയർബേസ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.